കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാം. ഒരു മോർണിംഗ് ഷിഫ്റ്റിലാണ് രാഘവൻ എന്ന അച്ഛൻ അഡ്മിഷൻ വന്നത്. അദ്ദേഹം എല്ലാവരിലും നിന്ന് വ്യത്യസ്തനായിരുന്നു. ആരോടും സംസാരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, എപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ഒരിക്കൽ രാഘവന്റെ കയ്യിൽ മടക്കിപ്പിടിച്ച ഒരു കത്തുണ്ടെന്ന് റീന ശ്രദ്ധിച്ചു. അത് ചോദിച്ചപ്പോഴെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ റീന അത് കയ്യിലെടുത്തു. വർഷങ്ങൾ പഴക്കമുള്ള ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അച്ഛാ, എനിക്ക് അച്ഛനെ കാണുന്നത് പേടിയാണ്. അച്ഛൻ എന്നെ തല്ലുമായിരുന്നു, എപ്പോഴും വഴക്കു പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൂരേക്ക് പോകുന്നു. എന്നെ അന്വേഷിക്കണ്ട. രാഘവൻ എന്തിനാണ് ഇത്രയും കാലം ഈ സങ്കടം പേറി ജീവിക്കുന്നതെന്ന് റീനയ്ക്ക് മനസ്സിലായി. റീന ഒരു കാര്യം തീരുമാനിച്ചു. അവൾ സ്വന്തം കൈപ്പടയിൽ മറ്റൊരു കത്ത് തയ്യാറാക്കി. അടുത്ത ദിവസം റീന രാഘവന്റെ അരികിലെത്തി. രാഘവൻ ചേട്ടാ, ഇന്നലെ മകന്റെ ഒരു കത്ത് വന്നിരുന്നു, ഞാൻ വായിച്ചു തരാം. രാഘവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. പ്രിയപ്പെട്ട അച്ഛന്, പഴയ കാര്യങ്ങൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛൻ തല്ലിയത് എന്നെ നന്നാക്കാനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അച്ഛൻ നന്നായി ഭക്ഷണം കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കണം. ഞാൻ ഉടനെ കാണാൻ വരാം. ആ വാക്കുകൾ കേട്ടതും രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി അദ്ദേഹം റീന നൽകിയ ഭക്ഷണം പൂർണ്ണമായി കഴിച്ചു. മനസ്സു നിറഞ്ഞ് ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് രാഘവൻ യാത്രയായി. എന്നാൽ അന്ന് റീന നൽകിയ ആ വെളുത്ത നുണ ഒരു മനുഷ്യന് സമാധാനത്തോടെയുള്ള മരണം നൽകി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം.